എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന രണ്ട് ഷെയർസിനെ കുറിച്ചാണ്. നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ, പലതരം പ്രശ്നങ്ങളും പലതരം ന്യൂസുകളും എല്ലാം വന്നിട്ട് മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു നാരോ റേഞ്ചും ആയിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയിക്കാൻ പോകുന്ന ആദ്യത്തെ ഷെയറാണ് ശില്പ മെഡിക്കെയർ ലിമിറ്റഡ്. 439 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ശില്പ മെഡിക്കെയറിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാം, വ്യക്തമായിട്ടൊരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ്, അതുകൂടാതെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നു. ഇന്നലെ മാർക്കറ്റ്, അപ്പോൾ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കി കണ്ട കൃത്യം ഒരു ഡോജി ക്യാൻഡിൽ, ഒരു ചെറിയൊരു ഡോജി ക്യാൻഡിൽ വന്നിട്ട് ഇന്നലത്തെ മാർക്കറ്റ് താഴ്ന്നെങ്കിലും കൂടിയും ഈ ഷെയറിനൊന്നും സംഭവിച്ചിട്ടില്ല. അതൊരു രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ഇവിടെ കണ്ട ഇവിടെയാണ് ഇതിൻ്റെ ലോ വന്നിരിക്കേണ്ടത്, ഏകദേശം ഈ റേഞ്ചിൽ. നമുക്ക് ആ ലോ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം, ലോരവിടെ. അതാണ് ഏകദേശം ലോ വരുന്നത്. നമുക്ക് ഈ ലോ എന്തുകൊണ്ട് ഇവിടം വരെ വന്നു, എന്തുകൊണ്ട് ഇനി താഴ്ന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരില്ല. ഇപ്പോൾ ഈ ലോ ഇവിടെയാണ് ടച്ച് ചെയ്ത്, പക്ഷേ ഈ ലോ എന്തുകൊണ്ട് ഇവിടെ ഒരു ക്യാൻഡിൽ വന്നിട്ട് നേരെ ഇവിടേക്ക് വരെ വന്നില്ല? അതൊരു ചോദ്യമല്ലേ, എന്തുകൊണ്ട് ഇവിടെ വരെ വന്നെന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൂടെ ആൾക്കാർക്ക്? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് നമുക്ക് ഈ ലൈൻ ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാം. ബാക്കിലേക്ക് നീട്ടി വരയ്ക്കാൻ നമുക്ക് കാണില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ചാർട്ട് ഒന്ന് ചെറുതാക്കാം. ഇനി ഈ ലൈനൊന്ന് ബാക്കിലേക്ക് നീട്ടി വരച്ചു. ഈ ലൈൻ ബാക്കിലേക്ക് നീട്ടി വരച്ചപ്പോൾ അവിടെ എന്താണ് നമ്മൾ കണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ടോപ്പ് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് എത്രയോ തവണ ഇത് ടച്ച് ചെയ്ത് നിന്നു. അതുകൂടാതെ ഇവിടെ ഇത് കയറാൻ സാധിച്ചില്ല. ചെറിയൊരു പുൾ ബാക്ക് വന്നു. നല്ല രീതിയിൽ വലിയൊരു ക്യാൻഡിൽ വിത്ത് പോളി, ഇവിടെ നല്ല പോളിയുണ്ട്, പോളിയത്തോടുകൂടി കയറി. അത് കഴിഞ്ഞിട്ട് ഈ വലിയ ലോങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നിട്ടത് ഇവിടെ ഇപ്പോൾ സപ്പോർട്ടായിട്ട് മാറിയത്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നമുക്ക് വസ്തുതകൾ. അപ്പോൾ നമുക്ക് ഇനി ഈ ചാർട്ട് ഒന്നുകൂടി ഒന്ന് വലുതാക്കിയിട്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കുന്നത്. നമുക്ക് ഏകദേശം ഈ ഹൈര മുകളിൽ വരെ പോകാനായിട്ട് സാധ്യതയുണ്ട് നല്ല രീതിയിൽ. കാരണം ഈ ഇന്നലത്തെ മാർക്കറ്റ് കണ്ടില്ല, അതിൽ പോലും താഴാതെ നിൽക്കുന്ന ഒരു ഷെയർ ആയതുകൊണ്ട് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ കിട്ടാനായിട്ട് സാധ്യത. നമുക്ക് ഇതിൽ വരുന്ന സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഈ റേഞ്ച് ചെയ്യേണ്ടത്, ഇത് താഴെ പോകരുത്. ഏകദേശം 400 ഇവിടെ ഇൻട്രാഡേ ബേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് പോയിന്റ്. ആ സപ്പോർട്ട് പോയിന്റ് എന്ന് വെച്ചാൽ 400. അപ്പോൾ 400 ആണ് നമ്മളൊരു SL വെക്കേണ്ട ഒരു പോയിന്റ്. അതിൽ താഴെ 400 താഴെ ഒരു ഇൻട്രാഡേ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മൾ ഒരു ബൈ എൻട്രിക്ക് ഇത് എടുക്കാനായിട്ട്. നമുക്കിനി ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്നും കൂടി പോയി നോക്കാം. വീക്കിലി ചാർട്ട് എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പോൾ വീക്കിലി അടിച്ചു കൊടുക്കുക. ഈ ലൈനൊക്കെ അവിടെ എടുക്കട്ടെ. ഓക്കെ, ലൈനൊക്കെ അവിടെ എടുക്കുന്നുണ്ട് വീക്കിലി ചാർട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ വീക്കിലി ചാർട്ട്. അപ്പോൾ വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ ഇവിടെ റെസിസ്റ്റൻസ് സോൺ ഓഫ് റെസിസ്റ്റൻസ്. കാരണം കുറേ പ്രാവശ്യം ഈ 350 ആ റേഞ്ചിലായിരുന്നു ഇത്. അതാണ് വിത്ത് വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ നല്ലൊരു വലിയൊരു ക്യാൻഡിൽ വിത്ത് വോളിയത്തോടു കൂടിയാണ് കയറിപ്പോയത്. അതിനുശേഷം ആ ക്യാൻഡിലിൻ്റെ അകത്താണ് ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ട് ഈ ക്യാൻഡിലിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു മദർ ക്യാൻഡിലാണ് ഇത്. ഇപ്പോൾ നിലവിൽ ഇത് വീക്കിൽ നോക്കുമ്പോൾ ഒരു മദർ ക്യാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്തത്. പക്ഷേ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കിട്ടിയതുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി. നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഏകദേശം ഇവിടെ 400 അല്ലെങ്കിൽ 380 വെക്കാം വീക്കിൽ നോക്കുമ്പോൾ.
നമ്മൾ ഇൻട്രാഡേ നോക്കുമ്പോൾ നമുക്ക് 400 ഒരു സേഫ് സോൺ. പക്ഷേ വീക്കിലി നോക്കുമ്പോൾ ഈ വലിയ ക്യാൻഡിലിൻ്റെ അടുത്ത് ഏകദേശം 350 വെച്ചാലും നല്ലൊരു സപ്പോർട്ട് പോയിൻ്റ് ആണ്. കണ്ട ഈ മേജർ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇനി ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഒരു 439. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ കിട്ടാനായിട്ട് സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിസ്ക് ഉണ്ട് ഇവിടെ ഇത്രയും റിസ്ക് ഉണ്ട് ഏകദേശം. ആ റിസ്ക് നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഒരു ബൈ എൻട്രിക്കെതിരെ പോകാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ശില്പ മെഡിക്കെയർ എന്ന ഷെയറിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇനി അടുത്ത ഷെയർ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ഷെയറാണ് ഹെഗ് ലിമിറ്റഡ്, HEG ലിമിറ്റഡ്. 1813 ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത്. ഇന്ന് ഏകദേശം 5% ഇന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹെഗ് ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. നമുക്കറിയാം ഒരു ചെറിയൊരു ഇവിടുത്തെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായത് അല്ല ഒരു കൺസോളിഡേഷൻ ഏരിയ ആയിരുന്നത്. ആ കൺസോളിഡേഷൻ ഏരിയ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയം ഉണ്ട്. ഇന്നലെ ചെറുതായിട്ട് താഴ്ന്നു ഇന്നലെ. പക്ഷേ ആ താഴ്ചയെ മറികടന്നുകൊണ്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ സപ്പോർട്ട് എടുക്കുക. ഇൻട്രാഡേ ബേസ് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ലോഡ് സപ്പോർട്ടായിട്ട് വരുന്നത് അതായത് 1700. നമ്മളൊരു ബൈ എൻട്രി ഇതിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ 1700 നമ്മളെ SL വെക്കേണ്ട പോയിന്റ്. ഇൻട്രാഡേ വെക്കുക. നമുക്ക് ഏകദേശം ഇതിന് മുകളിലൊക്കെ നമുക്ക് ഏകദേശം ഇവിടം വരെ വന്നിട്ട് ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കുതിച്ച് വന്നിട്ട് ഇവിടം വരെ. കാരണം ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് സോൺ ഉണ്ട് ഇവിടെ നല്ല റെസിസ്റ്റൻസ് സോൺ ആയതുകൊണ്ട് ഇവിടെ ഒരു പോസ് ചെയ്ത് നിൽക്കാനാണ് സാധ്യത. അതിനുശേഷം അത് പോസ് ചെയ്തിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷൻ രൂപപ്പെട്ടിട്ട് മിക്കവാറും കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറ്റം നല്ല സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ ഓടി കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറ്റം ചിലപ്പോൾ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വീണ്ടും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൺസോളിഡേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഗുഡായിരിക്കും. അത് റിസ്ക് അവിടെ കുറയും. കൺസോളിഡേഷൻ ഇവിടം വരെ വന്നിട്ട് ഈ റേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഈ റേഞ്ച് ഒന്നുകൂടി പറയും, ഈ റേഞ്ച് ഈ 1950 ഈ റേഞ്ചിലേക്ക് ചിലപ്പോൾ ഇത് വന്നിട്ട് കുതിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴേക്ക് തന്നെ വീണ്ടും വരും പെട്ടെന്ന്. പക്ഷേ രണ്ടാമത്തെ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടം വരെ നിൽക്കും. നമ്മൾ ഈ പറഞ്ഞ ഈ റേറ്റ് 1950 ആ റേഞ്ച് വരെ വന്ന് നിന്നിട്ട് അവിടെ ഒരു കൺസോളിഡേഷൻ, അതായത് കുറച്ച് നാൾ ഒരു നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ട് വീണ്ടും കയറിടുകയാണെങ്കിൽ അത് നല്ല കയറ്റമായിരിക്കും. ആദ്യം പറഞ്ഞ കണ്ടീഷനെ അപേക്ഷിച്ച് ഇങ്ങനെ കയറുമ്പോൾ നല്ല കയറ്റമായിരിക്കും. ഇങ്ങനെ കയറുമ്പോൾ റിസ്ക്കും കുറവായിരിക്കും ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. നമ്മളെ ഇതിൽ ഈ 1700 നല്ല സപ്പോർട്ട് ഇൻട്രാഡേ ബേസ് എടുക്കുമ്പോൾ. അപ്പോൾ അതാണ് ഹെഗ് ലിമിറ്റഡിൽ ഇൻട്രാഡേയിൽ വെച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വസ്തുത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് വീക്കിലി ചാർട്ട് വ്യൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ട് വ്യൂ നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നടക്കുന്നത് ഒരു കൺസോളിഡേഷൻ ഏരിയയിലൂടെ ഇപ്പോൾ നടക്കുന്നത്. ഈ റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ചിനുള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഇതിന് മുകളിൽ ഏകദേശം 1950 മുകളിലൊക്കെ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇതിന് മുകളിൽ ഈ റേഞ്ചില്ലേ ഇവിടുത്തെ ഈ റേഞ്ചിന് മുകളിൽ ക്ലോസിങ് കിട്ടുക, പിന്നെ നല്ല രീതിയിൽ അത് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നലത്തെ നിഫ്റ്റിയുടെ ഇത്രയും വലിയ താഴ്ചയിലും ഈ ഷെയർ അധികം വലിയൊരു താഴ്ച എന്ന് പറയാനായിട്ട് കഴിയില്ല. എന്നാലും ആ താഴ്ച വന്നപ്പോഴും ഒരു ചെറിയ താഴ്ചയുണ്ട്. പക്ഷേ അതിനെ റിക്കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്ലോസിങ് നിന്നത്. കണ്ട, നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇതൊരു ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിലേറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട, ആ ക്യാൻഡിൽ ആ റെഡ് ക്യാൻഡിലിനെ ഫുൾ മൂടിക്കൊണ്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും കണ്ടീഷൻസൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇത്
ഇതും നല്ല രീതിയിലൊരു ഉയരാനായിട്ട് സാധ്യതയുള്ള ഒരു ഷെയറാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട ആരും, ഒരു ചാർട്ട് പാറ്റേൺ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ചാർട്ട് പാറ്റേണിൽ നമ്മൾ ബൈ എൻട്രി അല്ലെങ്കിൽ സെൽ എൻട്രി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.